ഡൽഹിയിൽ BJP അധികാരത്തിൽ വരും. അവിടെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ഉയർന്ന ഒരു സംശയം, അവിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതായിരിക്കും? ഈ കണ്ണാടി മാളിക, അതായത് ശിഷ് മഹൽ എന്ന് പറയുന്ന കണ്ണാടി മാളികയിലായിരിക്കുമോ BJPയുടെ മുഖ്യമന്ത്രി താമസിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ, ചില ചർച്ചകൾ 2 ദിവസം മുന്നേ ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിന് ആ ചർച്ചയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അവിടുത്തെ BJP സംസ്ഥാന നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു, BJPയുടെ മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഈ കണ്ണാടി മാളികയിൽ, ഇത് ഷിഷ് മഹൽ എന്ന് പറയുന്ന ഈ കണ്ണാടി മാളികയിൽ താമസിക്കില്ല. ആ കാര്യം വ്യക്തമായിട്ടും ഉറപ്പാക്കിയും പറഞ്ഞിട്ടുണ്ട്. ഇത് കെജ്രിവാളിനെ വീഴ്ത്തിയ, അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ പരാജയത്തിന് പ്രധാന കാരണമായ ഒരു സംഭവമാണ് ഈ ഷിഷ് മഹൽ എന്നത്. ഷിഷ് മഹൽ എന്ന് പറയുന്ന പണ്ട് ചക്രവർത്തിമാർ, പ്രത്യേകിച്ച് മുസ്ലിം ചക്രവർത്തിമാർ വാണിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ആഡംബര മന്ദിരങ്ങളായിട്ട് നിർമ്മിച്ചിരുന്ന അതാണ് ഈ കണ്ണാടി മാളികകൾ, അതായത് ഷിഷ് മഹലുകൾ. കൊട്ടാരത്തിൻ്റെ ചുവരുകളിലും മച്ചിലും എല്ലായിടത്തും കണ്ണാടി, പലതരത്തിൽ പല നിറത്തിലുള്ള പലതരത്തിലുള്ള കണ്ണാടികളും പതിപ്പിച്ച് വളരെ മനോഹരമാക്കിയ ഒരു മാളികയാക്കി മാറുന്ന, അല്ലെങ്കിൽ കണ്ണാടി മാളിക, അത്തരത്തിലുള്ള ഒരു എന്തു പറയാം, ഒരു വല്ലാത്ത ഒരു കൊട്ടാരം മാറ്റിയെടുത്തിരുന്ന ഒരു കെട്ടിടങ്ങളാണ് അവിടെ ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഈ കെജ്രിവാൾ കഴിഞ്ഞ തൻ്റെ ഭരണകാലഘട്ടത്തിൽ കോടികൾ മുടക്കി വീണ്ടും അതിനെ മോടി പിടിപ്പിച്ച് അദ്ദേഹം അവിടെയാണ് താമസിച്ചത്. അഴിമതിക്കെതിരായിട്ടും രംഗത്ത് വന്ന ചൂലുമായി അഴിമതി തുടച്ചു കളയുമെന്ന് പറഞ്ഞു വന്ന ആളാണ് കെജ്രിവാൾ. സാധാരണക്കാരന് വേണ്ടിയിട്ട് ഉണ്ടായ പാർട്ടിയാണ് ചൂല് ചിഹ്നമായി കൊണ്ടുവന്ന പാർട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതമെല്ലാം ആഡംബര പൂർണ്ണമായി മാറി. ഈ ഷിഷ് മഹലിൽ കോടികൾ മുടക്കി വീണ്ടും സർക്കാരിൻ്റെ പണം മുടക്കി അദ്ദേഹം അവിടെ പുതുക്കിപ്പണുകയും അവിടെ താമസിക്കുകയും ചെയ്തു. BJP തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ഷിഷ് മഹലിൻ്റെ ആഡംബര ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങൾ അപ്പോഴാണ് സത്യങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങൾ ഈ കെജ്രിവാളിനെ എതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്തത്. അത് ഷിഷ് മഹൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല നടപടികളും മൊത്തം ഒരു കാപട്യം നിറഞ്ഞതാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. എന്തായാലും ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി ഇവിടെ ഈ ഷിഷ് മഹലിൽ താമസിക്കില്ല എന്ന് തന്നെയാണ് സംസ്ഥാന BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടും അഴിമതി കൊണ്ടും നിർമ്മിച്ച ഈ ചില്ല് കൊട്ടാരം BJPക്ക് ആവശ്യമില്ല നിലപാട് തന്നെയാണ് BJP എടുത്തിരിക്കുന്നത്. കൂടാതെ ഷിഷ് മഹലിൽ അനധികൃതമായി 4 സ്വത്തുക്കൾ ലയിപ്പിച്ചത് റദ്ദാക്കണമെന്ന് സച്ദേവ് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് കുറേ സർക്കാർ സ്വത്തുകൾ ഇതിൽ ലയിപ്പിച്ചിട്ടാണ് ഈ കൊട്ടാരത്തിനെ ഇങ്ങനെ മിനുക്കിയെടുത്തത്. 4 സർക്കാർ സ്വത്തുകൾ ലയിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് വികസിപ്പിച്ചതെന്നും BJP നേതാവ് പറഞ്ഞു. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ലഫ്റ്റനന്റ് ഗവർണർക്ക് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഈ കൊട്ടാരം BJP മുഖ്യമന്ത്രി ഉപയോഗിക്കില്ല എന്ന്. ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി അതിൽ താമസിക്കില്ലെന്ന് BJP നേതൃത്വത്തിലുള്ള സർക്കാർ സ്വത്ത് എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുമെന്നും സച്ദേവ് പറഞ്ഞു. 2015 മുതൽ 2024 വരെ ഒക്ടോബർ വരെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ പുതുക്കിപ്പണിത ബംഗ്ലാവ്, ഈ ഷിഷ് മഹൽ എന്ന് പറയുന്ന കണ്ണാടി മാളിക. BJPയുടെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് കെജ്രിവാൾ രാജിവെച്ച ശേഷം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അതിഷി അവിടെ മുഖ്യമന്ത്രിയായതിനു ശേഷവും ആ കെട്ടിടം ഉപയോഗിച്ചിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബംഗ്ലാവിൻ്റെ ആഡംബര പുനർനിർമ്മാണം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. BJP അതിന് ഷിഷ് മഹൽ എന്ന് പേരിട്ടു. പൊതുജനങ്ങളുടെ ചെലവിൽ ആഡംബര ജീവിതത്തിൽ സ്വകാര്യമായി മുഴുകിയിരുന്നതിൻ്റെ പേരിൽ കെജ്രിവാളിനെതിരെ BJP തുറന്ന ഒരു പ്രചരണം നടത്തി. ഈ വിഷയത്തിൽ ഒരു സാധാരണക്കാരനെന്ന് അവകാശപ്പെട്ടിരുന്ന കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയെ തന്നെയാണ് ഇതെല്ലാതാക്കിയത്. ഡൽഹിയിൽ മുസ്ലിങ്ങൾക്ക് പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ അവിടെ ഉള്ളൊരു മറ്റൊരു വിഷയമാണ്. ഈ BJP വരുമ്പോൾ അവിടെ ഒരു സ്ഥലത്തിന് പേര് മാറ്റുമെന്ന് അവിടുത്തെ ജയിച്ചു വന്ന MLA പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്തഫാബാദ്, ഈ മുസ്തഫാബാദിൽ ഇക്കുറി BJP ആണ് ജയിച്ചത്. BJPയുടെ മോഹൻ സിംഗ് ബിഷ്തായാണ്
ആദ്യമായിട്ടാണ് ഈ സീറ്റിൽ ജയിച്ചത്. അദ്ദേഹം MLA ആയി ജയിച്ചതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം പ്രഖ്യാപനം എന്നത് അതിൻ്റെ പേര് ഉടൻ തന്നെ ശിവപുരി അല്ലെങ്കിൽ ശിവവിഹാർ എന്നാക്കി മാറ്റുമെന്നാണ്. പക്ഷേ അതിനെതിരെ ഉടൻ തന്നെ മോഹൻ സിംഗിൻ്റെ ബിഷ്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ, അതായത് അവിടെ ജയിച്ചു വന്ന മോഹൻ സിംഗ് ബിഷ്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവിടെ പരാജയപ്പെട്ട AAPയുടെ നേതാവ്. മുസ്തഫാബാദിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ മുൻ MLA ഹാജി യൂനുസ് ഒരിക്കലും അതിന് അനുവദിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തു തന്നെ ചെയ്താലും മുസ്തഫാബാദിൻ്റെ പേര് ശിവപുരി എന്ന് മാറ്റാൻ കഴിയില്ല, അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഹാജി യൂനുസ് പറയുന്നത്. പക്ഷേ മുസ്തഫാബാദിൽ ഇപ്പോൾ 48.9% വോട്ടർമാരുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്തഫാബാദ് ആയി തന്നെ തുടരും. 2006 ഡൽഹിയുടെ അതിർത്തി നിർണയം നടക്കാൻ പോകുന്നു. അതിൽ ഒരു സീറ്റ് വർദ്ധിക്കും. അതായത് വേറെ ഏതെങ്കിലും ഒരു വാർഡിനെ ശിവപുരിയാക്കി മാറ്റുന്നതിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഈ സ്ഥലത്തെ മുസ്തഫാബാദ് തന്നെ പിന്നെ വിളിക്കേണ്ടി വരും, മാറ്റാൻ കഴിയില്ല. പക്ഷേ ജയിച്ചു വന്ന MLA പറയുന്നത് അടുത്ത മുഖ്യമന്ത്രിയും BJPയുടേതാണ്, ഗവൺമെൻറ്റും BJPയുടേതാണ്. ജയിച്ചു വന്ന BJP MLA പറയുന്നു മുസ്തഫാബാദ് മാറും, ശിവപുരി ആകുമെന്ന്. കാത്തിരിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.